കാസർഗോഡ് കാലിക്കടവിൽ തുടങ്ങുന്ന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടികൾ ധൂർത്താണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ആശാ വർക്കർമാർക്ക് നൽകാൻ പണമില്ലെന്ന് പറയുന്ന സർക്കാരാണ് വാർഷികാഘോഷത്തിന്റെ പേരിൽ കോടികൾ ചെലവാക്കുന്നത്. സർക്കാരും മുഖ്യമന്ത്രിയുടെ കുടുംബവും അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴും ധൂർത്തിന് യാതൊരു കുറവുമില്ലെന്നും ഉണ്ണിത്താൻ ന്യൂസ് 18നോട് പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം കാസർഗോഡ് ജില്ലയിൽ ഇന്ന് ആരംഭിക്കുകയാണ്. ഏതായാലും UDF ഈ പരിപാടി ബഹിഷ്കരിച്ചിട്ടുണ്ട്. നമ്മോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ് ചേരുന്നത്. MP ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? എന്താണ് പറയാനുള്ളത്? എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കോൺഗ്രസ് MP എന്നുള്ള നിലയ്ക്ക്, ഒരു UDF MP എന്ന നിലയ്ക്ക് UDF 4ാം വാർഷികം ബഹിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായി അതെനിക്കും ബാധകമാണ്. ഈ ഗവൺമെൻറ് 4ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലും ഞാൻ പങ്കെടുക്കില്ല. പ്രധാനമായി എന്താണ് ഈ ബഹിഷ്കരണത്തിന് കാരണം പറയുന്നത്? അല്ലേ, ഇപ്പം ബഹിഷ്കരിക്കാൻ ഈ ഗവൺമെൻറ്റിനെ ആഘോഷിക്കാൻ എന്താ ഉള്ളത്? കഴിഞ്ഞ 4 വർഷക്കാലം ഭരണ പരാജയമല്ലാതെ എന്താ ഉള്ളത്? ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. 1. 2, ഈ അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴും ധൂർത്തിന് യാതൊരു കുറവുമില്ല. കെടുകാര്യസ്ഥത. ആശാ വർക്കർമാർ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 60 ദിവസം കഴിഞ്ഞു. ഈ കാസർഗോഡ് മാത്രം 60 കോടി രൂപയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ആഘോഷത്തിന് വേണ്ടി ചിലവാക്കുന്നത്. അതിലൊരു ചെറിയ പങ്ക് അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ, ആശാ വർക്കർമാർ ചെയ്യുന്ന സേവനം മാനിച്ച് ഒരു തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടിയുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ അവരുടെ ആ സമരം ഒത്തീർപ്പാക്കണ്ടേ? ഇതൊക്കെ ഈഗോയാണ്. കാര്യം അതിന് ഒരു രാഷ്ട്രീയ നിറം കൊടുത്ത്, ഒരു മാനം കൊടുത്ത് ഈ സമരം വിജയിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ആശാ വർക്കർമാരുടെ യൂണിയൻ പൊളിയും എന്ന് ഭയന്നിട്ടാണ് അത് ചെയ്യാത്തത്. 1. 2. രണ്ടാമത്തെ കാര്യം, ക്ഷേമ പെൻഷനുകളെല്ലാം നിർത്തിയിട്ട് മാസങ്ങൾ പലത് കഴിഞ്ഞു. അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 4 മാസമായി കുടിശ്ശികയാണ്. കേന്ദ്രം പറയുന്നു ഞങ്ങൾ പൈസ കൊടുത്തു, കേരളം പറയുന്നു പൈസ കിട്ടിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വട്ടുതട്ടുകയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ്. കോൺട്രാക്ടർമാർക്ക് നമുക്കറിയാമല്ലോ, പഞ്ചായത്തിലൊന്നും വികസനത്തിന് ഫണ്ട് കൊടുക്കുന്നില്ല. പഞ്ചായത്തിലൊരു വികസന പ്രവർത്തനം നടക്കുന്നില്ല. ഫണ്ട് കൊടുത്തതായിട്ട് പ്രഖ്യാപിക്കുക, എന്നിട്ട് ട്രഷറി ചെല്ലുമ്പോൾ പണമില്ല, അവസാനം ആ പണം തിരിച്ചു പിടിക്കുക. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് തലത്തിൽ, അതായത് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, സകല വികസനവും താഴെത്തട്ടിലാണ്. ഒരു വികസനവും നടക്കുന്നില്ല. ഒരു വാർഷികം ആഘോഷിക്കാൻ ഇവർക്ക് യാതൊരു യോഗ്യതയില്ല. എവിടെ നിന്നാണ് ഈ പണം? നിങ്ങൾ കാലിക്കടവിൽ പോയി നോക്ക്. കമ്മ്യൂണിസ്റ്റുകാർ പണ്ട് കട്ടൻ ചായയും പരിപാടിയും എന്ന് പറയുക എയർ കണ്ടീഷനാണ്. മനസ്സിലായില്ലയോ? ഇതൊക്കെ തീയിൽ കുരുത്ത പ്രസ്ഥാനമല്ലേ, വെയിലത്ത് വാടത്തില്ലല്ലോ. അപ്പോൾ എത്ര പവർ യൂണിറ്റുകളാണ് അവിടെ കിടക്കുന്നത് നോക്ക്, ഒന്നാലോചിച്ച് നോക്കേ. അപ്പോൾ ഇത് വീണ്ടും പണമില്ലാത്തൊരു ഗവൺമെൻറ്, കോടാനുകോടി രൂപയുടെ കടം വരുത്തി വെച്ചൊരു ഗവൺമെൻറ്, കേന്ദ്രത്തിനെതിരെ പണമില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ഗവൺമെൻറ്, ഇന്ന് ഈ 4ാം വാർഷികത്തിൻ്റെ ധൂർത്ത് എന്തിനാന്ന് വെച്ചാൽ 5ാം വാർഷികം ആയിക്കഴിഞ്ഞാൽ പിന്നെ 3ാം ഭരണം വരുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഗിമ്മിക്കാണത്. ഈ ഗിമ്മിക്കുമായി UDFന് സഹകരിക്കാനാവില്ല. ഇത് ജനവഞ്ചനയാണ്. ഇത് ജനപക്ഷത്തു നിന്നുള്ള ഒരു ആഘോഷമല്ല, ജനവിരുദ്ധമായ ആഘോഷമാണ്. അതുകൊണ്ടാണ് UDF ഞങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. പരാജയമായ ഒരു സർക്കാർ ഇത്തരത്തിൽ ആഘോഷം നടത്തുന്നതോട് യോജിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത്. അത് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP വ്യക്തമാക്കുന്നത്. എന്തായാലും UDF ഈ പരിപാടി ബഹിഷ്കരിച്ചിട്ടുമുണ്ട്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്.